താൻ ആ കുറുക്കന്റെ കൂടെ നടക്കുന്നവനല്ലേ? എന്നോട് മിണ്ടണ്ട. തന്റെ ചങ്ങാതി ആ കുറുക്കനല്ലേ? ബുദ്ധിമാനായ ഞാൻ ചങ്ങാതിയായതിൽ താൻ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? എന്നാലും അവരെന്നെ കൂട്ടത്തിൽ കൂട്ടാനൊരു വഴി. തന്നോട് പറഞ്ഞ് ഞാൻ മടുത്തു. താനൊരു വഴി പറഞ്ഞു തന്നാ മതിയെന്നേ. എനിക്കൊന്നും വയ്യ. താൻ കാട്ടുമുത്തപ്പനോട് പോയി ചോദിക്ക്. അല്ല പിന്നെ. അതെ, കാട്ടുമുത്തപ്പനോട് തന്നെ ചോദിക്കാം. കാട്ടുമുത്തപ്പനെ തപസ് ചെയ്താൽ തനിക്ക് സമാധാനമാകുമെങ്കിൽ താൻ തപസ് ചെയ്തോ? മന്ത്രങ്ങളൊക്കെ ഞാൻ എഴുതിത്തരാം. കുറുക്കനൊന്ന് വിളിച്ചാൽ മുഖവും കൂർത്ത് പറന്നു വരുന്നവനെ, പുലികൾ വിളിച്ചാൽ ദേഹം മുഴുവൻ പുള്ളികളിട്ട് വരുന്നവനെ, മുയല് വിളിച്ചാൽ ചെവിയും നീട്ടി മുന്നിൽ വന്നു ചിരിപ്പവനെ, വമ്പൻ കടുവ വിളിക്കും നേരം വരകൾ വരച്ചു വരുന്നവനെ. ഹാവു, പ്രത്യക്ഷപ്പെട്ടു. പറയൂ കുഞ്ഞേ, എന്താണ് സങ്കടം? സൂത്രന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് മറ്റു കടുവകൾ എന്നെ കൂടെ കൂട്ടുന്നില്ല. ഇതെനിക്ക് തീർക്കാൻ പറ്റുന്ന സങ്കടമല്ല. എന്നെപ്പോലുള്ള കാട്ടുമുത്തപ്പന്മാരെ നിയമിക്കുന്ന കൊടുങ്കാട്ടുമുത്തപ്പന് പ്രാർത്ഥിക്കൂ. നിന്നെ കൂട്ടത്തിൽ കൂട്ടാത്തവരെ കൊടുങ്കാട്ടുമുത്തപ്പൻ ശിക്ഷിക്കും. അതൊക്കെ നടക്കുമോ? പിന്നെ എന്നെപ്പോലുള്ള കാട്ടുമുത്തപ്പന്മാരെ പോലും ശിക്ഷിക്കാൻ കഴിവുള്ള ആളല്ലേ? എല്ലാവർക്കും അദ്ദേഹത്തെ പേടിയാ. വളരെ ഉപകാരം കാട്ടുമുത്തപ്പ. ഞാൻ കൊടുങ്കാട്ടുമുത്തപ്പനെ പ്രത്യക്ഷപ്പെടുത്താം. ഏ, കാട്ടുമുത്തപ്പൻ എന്താ പോകാത്തത്? അത് ഈ കാട്ടിലെ കാട്ടുമുത്തപ്പനായതുകൊണ്ട് മറ്റു കാട്ടുമുത്തപ്പന്മാർ എന്നെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. കൊടുങ്കാട്ടുമുത്തപ്പനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ എന്റെ കാര്യം കൂടി ഒന്ന് ചോദിക്കാമോ?